ചിലപ്പോൾ ഈ റമദാൻ മാസം നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനല്ല, മറിച്ച് നിങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി വന്നതാണെങ്കിലോ? ഹലോ, വെൽക്കം ബാക്ക്. ഒരു ഗ്രാമത്തിൽ യൂസഫ് എന്ന പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വർഷങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നിസ്കരിക്കും, ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നിസ്കാരം മിസ്സാക്കും. ചില റമദാനിൽ നോമ്പോൽക്കും, ചില മാസങ്ങളിൽ നോമ്പേ ഉണ്ടാവില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഡിസ്ട്രാക്ഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പലർക്കും കൊടുക്കുന്ന പല പ്രോമിസസും അദ്ദേഹം തന്നെ ബ്രേക്ക് ചെയ്യാറുണ്ട്. ആൻഡ് സെൽഫിന് കൊടുക്കുന്നത് മെയിൻലി അദ്ദേഹം ബ്രേക്ക് ചെയ്യാറുണ്ട്. എല്ലാ വർഷവും റമദാൻ മാസം വരുന്ന സമയത്ത് അദ്ദേഹം പറയും, ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അടുത്ത വർഷം എന്ത് ചെയ്തോളാം, നന്നായിക്കോളാം. അടുത്ത വർഷം എന്ത് ചെയ്യും, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങുമെന്ന് പറയും. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നതല്ലാതെ ഇദ്ദേഹത്തിന് ഒരു മാറ്റവും. വർക്കും സ്ട്രെസ്സും ഈഗോവും ഹാബിറ്റ്സും ഇതൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ഇദ്ദേഹത്തിന് എടങ്ങേറാവാൻ തുടങ്ങി. അങ്ങനെ ഒരു റമദാൻ മാസം രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് രാത്രിയിൽ ഇങ്ങനെ സ്ക്രോളിംഗ് എന്നുള്ളത്. സോ അദ്ദേഹം അതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഖുർആനിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വേഴ്സ് കേട്ടു. കുൽ യാ ഇബാദില്ലദീന അസ്റഫു അലാ അൻഫുസിഹിം തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഈ ആയത്തിന്റെ ചുരുക്കമുള്ളൊരു മീനിങ് ഇതാണ്: അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. അപ്പോഴാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അള്ളാഹ് പറഞ്ഞത് തെറ്റ് ചെയ്യരുത് എന്നല്ല, മറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്നാണ്. ഇത് കേട്ടതോടെ അദ്ദേഹത്തിന് ഒരുപാട് ചേഞ്ചസ് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ശൈത്താനാണ് ശരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അതായത് കുറച്ച് കഴിയട്ടെ, അടുത്ത വർഷം വരട്ടെ എന്നുള്ള രീതിയിലേക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടും വീക്കായിട്ടും ലേറ്റ് ആയിട്ടില്ല എന്നുള്ള ഫീലിംഗും ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റമദാൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള പീപ്പിൾസിന് മാത്രമുള്ള മാസമല്ല. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ റിട്ടേണിങ്ങിനുള്ള മാസമാണ്. നല്ല ആളുകളും ചീത്ത ആളുകളും, അതായത് ഇനി നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഒക്കെ തിരിച്ച് അള്ളാഹിലേക്ക് എത്താനുള്ള ഒരു മാർഗം കൂടിയാണ് റമദാൻ എന്നുള്ളത്. ആ രാത്രി യൂസുഫ് ഒരു തീരുമാനം എടുത്തു. വളരെ ചെറിയൊരു തീരുമാനം. അതൊരു ഡ്രാമാറ്റിക് ചേഞ്ച് അല്ല, വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റങ്ങളായിരുന്നില്ല. അതേപോലെ ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റും അല്ല, എല്ലാവരും അറിയട്ടെ ഞാൻ മാറാൻ വേണ്ടി പോവാണ്, അങ്ങനെ ആയിരുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ക്വയറ്റ് സുജൂദ്. അള്ളാഹ്ക്ക് മുന്നിൽ അദ്ദേഹം സുജൂദിലിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അള്ളാഹ്, എൻ്റെ പാസ്റ്റ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ പ്രൗഡല്ല, പക്ഷേ ഇപ്പം ഞാനിവിടെ ഉണ്ട്. ഇവിടെ സംഭവിച്ചതൊരു മിറാക്കിളോ അല്ലെങ്കിൽ ഒരു ലൈറ്റിങ്ങോ ഒന്നുമല്ല. ചില സംഭവങ്ങൾ കൊണ്ട് വന്ന ഒരു വലിയ ഷിഫ്റ്റാണ്, അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിൽ നിന്ന് വന്ന വലിയൊരു ഷിഫ്റ്റാണ്. പീസാണ്, ശരിക്കും സമാധാനമാണ് അവിടെ. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയൊരു സംഭവമുണ്ട്. അള്ളാഹ് വെയിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ റിട്ടേണിന് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ദാറ്റ് റമദാൻ ബിക്കെയിം ദ ടേണിംഗ് പോയിന്റ് ഓഫ് ഹിസ് ലൈഫ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം അടിപൊളിയായിരുന്നു എന്നതിലുപരി അദ്ദേഹം മറ്റൊരു മനുഷ്യനായി തന്നെ മാറി എന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹം കുറ്റമറ്റതായി മാറിയതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം ഓട്ടം നിർത്തി സമാധാനത്തിലേക്ക് തിരിഞ്ഞു വരാൻ വേണ്ടി തുടങ്ങി. റിമെമ്പർ, റമദാൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾക്കുള്ള മാസമല്ല, അത് എല്ലാവർക്കും അള്ളാഹിലേക്കുള്ള റിട്ടേണിങ്ങിനുള്ള മാസമാണ്. So you are not too late and keep going.